നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലിനെയും പുകഴ്ത്തി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സതീശൻ നല്ല പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി കെ.സി. വേണുഗോപാൽ മിടുക്കനാണെന്നും ചെന്നിത്തല എല്ലാവരെയും ഒരുപോലെ യോജിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന നേതാവാണെന്നും പറഞ്ഞു. കെ.സി. വേണുഗോപാൽ അദ്ദേഹം പ്രഗത്ഭനാണ്, മിടുക്കനാണ്. കേരളത്തിൽ നിന്ന് പലപ്പോഴും തട്ടുമുട്ടും ഞാൻ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള ആളാണ്. പക്ഷെ ഇന്നിപ്പോ അദ്ദേഹം ഇന്ത്യയിൽ അധികാരനായിട്ട് ഇന്ത്യയിൽ കോൺഗ്രസ് എങ്ങനെ നയിക്കണം, എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കാനും ഉള്ള അധികാരമുള്ള അധികാരനായ ഒരു നേതാവ് ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരുപക്ഷെ ഇന്ന് മൂന്നാമത്തെ സ്ഥാനം, പ്രസിഡന്റോ അല്ലെങ്കിൽ സോണിയാജി കഴിഞ്ഞ മൂന്നാമത്തെ സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്കേറെ വില ഇന്ന് കോൺഗ്രസിനകത്ത് സെൻട്രലിലുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ തന്നെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ ഒരുപാട് MLA-മാരെ സൃഷ്ടിക്കാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രോബ്ലംസ് പലയിടത്തും പല ആളുകളും പരസ്പരം മത്സരിക്കാൻ കോൺഗ്രസ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് അവരെല്ലാം മാറ്റിക്കൊണ്ട് ഒറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി നിർത്താനുള്ള നയവും ചാതുര്യവും നേതൃഗുണവും അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അവിടെ ഇരുന്നാലും വേണുഗോപാൽ അദ്ദേഹത്തിന് അവിടെ ഇരുന്നാലും കേരളം ഭരിക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് വരുമോ എന്നൊരു സംശയമാണ്. കാരണം കൊച്ചു കേരളം ഇവിടെ എല്ലായിരിക്കുന്നു, അത് കറുകപ്പുള്ളി മാത്രമേ തിന്നാനുള്ളൂ. കേരളത്തിൽ ഇന്ത്യയിൽ എത്രയോ കരിമ്പിൻ തോട്ടങ്ങളാണ് ഉള്ളത്. ആ കരിമ്പിൻ തോട്ടങ്ങളൊക്കെ തിന്നാതിരിക്കാനുള്ള സൗകര്യം ഉള്ളപ്പോൾ ഈ കറുകപ്പുള്ളി തിന്നാനായിട്ട് അദ്ദേഹം ഇവിടെ വരുന്നത് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ കഴിവിനൊന്നും കുറച്ച് കഴിവില്ല. അത് ഈ MLA-മാരിൽ മഹാഭൂരിപക്ഷം, MP-മാരിൽ മഹാഭൂരിപക്ഷവും വേണുഗോപാലിന്റെ കൂടെയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തെയും ഇദ്ദേഹത്തോടും തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ശില്പി അദ്ദേഹം തന്നെയാണ്. കാരണം ഫണ്ടിങ് പണം വലിയൊരു ഘടകം തന്നെയാണ്. ആത്മാർത്ഥമായിട്ട് ഇടതുപക്ഷം എന്ത് കാണിക്കുന്നു അതിന്റെ അപ്പുറത്ത് ഒട്ടും അണുകട വ്യത്യാസമില്ലാതെ പ്രകടനത്തിലായാലും എല്ലാത്തിനും മണി പവർ നല്ലപോലെ കാണിച്ച് പ്രവർത്തിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇണക്കി കൊടുക്കുകയും പാർട്ടിയിലേക്കും സ്വന്തം നിലയിലും ഫണ്ടിങ് കൊടുത്ത് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കാൻ ഏറ്റവും കരുത്തരായ ഒരു പ്രകടനം കാഴ്ചവെച്ച ആളാണ്. ഈ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ അദ്ദേഹം. എന്നാൽ രമേശ് ചെന്നിത്തല അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ ആള്, ഏറെ നാൾ പ്രവർത്തന പാരമ്പര്യം പരിചയമുള്ള ആള്, മെയ്വഴക്കമുള്ള ആള്, എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള നയവും നൈരാതിലുള്ള ഒരു നേതാവ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് ആരുമായിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടില്ല. എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകാൻ നൈരാതിര്യം. മാത്രമല്ല സെൻട്രലിൽ ഉടനാള് പല മേഖലയിൽ പ്രവർത്തിച്ചും പരിചയപ്പെട്ടും ഹിന്ദിയും എല്ലാം സംസാരിച്ച് അദ്ദേഹത്തിന്റെ ജൂനിയറായിരുന്ന ആളുകളാണെന്ന് വലിയ നേതാക്കന്മാരായി ഉയർന്നപ്പോൾ പോലും ആരുമാകാൻ സാധിക്കാതെ എല്ലാം സഹിച്ചും കൊടുത്തും മറ്റുള്ളവർക്ക് അധികാരം കൊടുക്കുമ്പോൾ അത് സഹിച്ചും നിന്ന ഒരു നേതാവാണ് രമേശ്. എന്നാൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അതേ 5 കൊല്ലം വെറുതുകൊണ്ടിരുന്നുകൊണ്ട് പ്രഗത്ഭമായ രീതിയിൽ പ്രതിപക്ഷ നേതാവെന്നുള്ള ആ പ്രവൃത്തി അദ്ദേഹം ചെയ്തു എന്നുള്ളത് നേരെ തന്നെയാണ്. ഇതിലാര് വേണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ അല്ല, നിങ്ങളോ അല്ല. ഇതിനകത്ത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് അവരുടെ തീരുമാനം അനുസരിച്ച് യുക്തമായ ആളുകൾ അവരെടുക്കട്ടെ. അത് ആരെടുത്താലും നമ്മൾ സ്വീകരിക്കാൻ ജനാധിപത്യത്തിൽ ബാധ്യസ്ഥരാണ്.